ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ എൻ്റെ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഒരു മേക്കപ്പ് റുട്ടീൻ ഞാൻ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ചാനലിലെ ആദ്യത്തെ മേക്കപ്പ് വ്ളോഗാണ് ഗൈസ്. അപ്പം എന്താവുമെന്ന് അറിയത്തില്ല. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആവാൻ നിന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ചാനലിൽ ഇന്ന് വരെ ഒരു മേക്കപ്പ് വ്ളോഗ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ മേക്കപ്പ് ഞാൻ എങ്ങനെയാണ് പുറത്തു പോകുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മേക്കപ്പ് ആക്ച്വലി 3 ടൈപ്പാണ്. ഒന്ന് കുറച്ച് ഹെവി ആയിരിക്കും, ഒന്ന് പക്ക ന്യൂഡ് മേക്കപ്പ് ആയിരിക്കും, സിമ്പിളായിരിക്കും, ഒന്ന് ഒരു ട്രഡീഷണൽ ലുക്കായിരിക്കും. അപ്പോൾ എനിക്ക് ഈ 3 കാറ്റഗറിയാണ് ഞാൻ പൊതുവേ മേക്കപ്പ് ചെയ്യാറുള്ളത്. ഡിപ്പെൻസ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും വ്ളോഗ് ചെയ്യില്ല, അപ്പോൾ കുറച്ചുകൂടെ ലൈക്ക് എല്ലാം എൻ്റെ കയ്യിലുള്ള എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും വെച്ചിട്ട് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആക്ച്വലി ഞാൻ സ്കിന്നിൽ ഒന്നും ഇട്ടിട്ടില്ല, ഈവൻ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ലെൻസ് വെച്ചു, കൂട്ടത്തിൽ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പീരീഡ്സിന് ഡേറ്റ് വരാറാകുമ്പോൾ ഇങ്ങനത്തൊക്കെ ഒരു പിമ്പിൾസ് വരാറുണ്ടാവും, അതാണിപ്പോൾ നിലവിൽ കാണുന്നത്. ഫസ്റ്റ് വൺ, ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലോറിയലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഭയങ്കര ഇഷ്ടമുള്ള മോയ്സ്ചറൈസറാണ്. ഞാൻ ആക്ച്വലി ഇത് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 3 ഇയേഴ്സോളം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ലൈക്ക് ഒരു ബേബി സ്കിൻ പോലെ തോന്നിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോയ്സ്ചറൈസർ. ഞാൻ ആക്ച്വലി ഈ റൂമിൽ ഇരുന്നിട്ടല്ല പൊതുവെ മേക്കപ്പ് ചെയ്യാറ്, എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്നിട്ടാണ്. പക്ഷേ ഇപ്പോൾ അമ്മ അവിടെ ഉറങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ്, ഇപ്പോൾ 3 o'clock ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മ കിടക്കുവാണ്. അപ്പോൾ ഞാൻ വേറെ റൂമിൽ വന്നിട്ട് ഞാനിപ്പം ഈ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ പ്രശ്നം ഈ റൂമിൽ ഫാനേ ഉള്ളൂ, AC അപ്പുറത്തെ റൂമിലാണ്. അറിയില്ല സ്വെറ്റ് ആവുമോ എന്താണെന്ന് അറിയത്തില്ല. മാക്സിമം നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ AC ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് ടെമ്പറേച്ചറിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ ഫിനിഷിങ്ങും കിട്ടും, നല്ല രീതിയിൽ സെറ്റാവുകയും ചെയ്യും. അറിയത്തില്ല, ഞാൻ രണ്ടും കൽപ്പിച്ച് എടുക്കുന്നൊരു വീഡിയോ ആണിത്. ലെറ്റ്സ് സീ. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അലോവേറ ജെല്ലുണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും ചെയ്യത്തില്ല. ഞാൻ ഇതേപോലെ ഹെവി മേക്കപ്പ് ഷൂട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, കുറച്ച് അലോവേറ ജെല്ലെടുത്തിട്ട് നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മസാജിങ് സ്റ്റെപ്സൊക്കെ കിട്ടും. വിത്ത് ഹാൻഡ്സ് ആയിട്ടുള്ള 1 minute അല്ലെങ്കിൽ 3 seconds 30 seconds ചെയ്യേണ്ട ഒരു മസാജൊക്കെ കിട്ടും. അപ്പോൾ അത് ഫേസിൽ നന്നായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സ്കിൻ കെയർ ചെയ്ത് മേക്കപ്പ് ചെയ്ത് നോക്കും. സീരിയസ്ലി ഗൈസ്, ട്രസ്റ്റ് മീ, അടിപൊളി ഫിനിഷിങ് ആയിരിക്കും മേക്കപ്പിന്. അതുമാത്രം നമ്മുടെ ഫേസ് അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ പറഞ്ഞൊരു ടിപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ആകെപ്പാടം ഉള്ള എൻ്റെ ഒരു സൺസ്ക്രീനാണ് UV ഹോൾഡിൻ്റെ. ഇത് ഞാൻ ആക്ച്വലി എനിക്ക് സ്കിന്നിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ട് ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു സൺസ്ക്രീനാണ് ഇതും ഈ പറഞ്ഞല്ല. അതായത് ഈവൻ നിങ്ങൾക്കൊരു വൈറ്റ് കാസ്റ്റിംഗ് സൺസ്ക്രീൻ വേണ്ട, എന്നാൽ മറ്റേ സ്റ്റിക്കി ഓയിലി ബേസ്ഡ് സൺസ്ക്രീൻ ഇഷ്ടമല്ല, ഒരു വാട്ടർ ബേസ്ഡ് സൺസ്ക്രീൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എനിക്ക് അങ്ങനത്തെ ഓയിൽ കണ്ടൻറ്റ് ഭയങ്കര വൈറ്റ് കാസ്റ്റ് വരുന്ന സൺസ്ക്രീൻസ് ഒന്നും ഇഷ്ടമല്ല. 2 fingers ഫുള്ളായിട്ടൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ, ഞാൻ ഇത് ഇത്രയൊക്കെ എടുക്കുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. കഴിയാറായി, അടുത്തെനിക്ക് വാങ്ങണം. ഞാൻ മറന്നു, ഇന്നലെ പോയപ്പോഴും ഞാൻ മറന്നു മേടിക്കാൻ. സോ സൺസ്ക്രീൻ is very 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 important. സൺസ്ക്രീൻ ഇല്ലാതെ നിങ്ങൾ ഒരു പരിപാടിയും ചെയ്യരുത്. ഉണ്ടാവും ഭയങ്കര വാട്ടർ ബേസ്ഡ് ആണ്. ബാക്കി വരുന്നത് ഞാൻ എന്ത് ചെയ്യും, കയ്യിൽ തേക്കും. ബോബി ബ്രൗണിൻ്റെ പ്രൈമർ
അടിപൊളി കേട്ടോ, സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എനിക്ക് എൻ്റെ കയ്യിലുള്ള പ്രൈമേഴ്സിൻ്റെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ജെൽ ബേസ്ഡ് ഉണ്ട്, മറ്റേ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറുണ്ട്, ഇങ്ങനെ ക്രീം ബേസ്ഡ് ഉണ്ട്, അങ്ങനെ 3-4 എൻ്റെ കയ്യിൽ പ്രൈമേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 3-4 കാറ്റഗറി പ്രൈമേഴ്സ് യൂസ് ചെയ്തപ്പോഴും മേക്കപ്പിൽ പല പല ഡിഫറൻസസും മേക്കപ്പിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതും എന്താണെന്ന് ഞാൻ വേറൊരു വ്ളോഗിൽ ചെയ്യാം. ഓക്കെ, പ്രൈമേഴ്സിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വ്ളോഗിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ബോബി ബ്രൗണിൻ്റെ പ്രൈമർ ഇട്ട് കൊടുക്കാം. അതേപോലെ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുപാട് ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതും എനിക്ക് മനസ്സിലായൊരു കാര്യം. കാരണം ഇതിന് മുമ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഈ പ്രൈമറിൻ്റെ യൂസ് മനസ്സിലായപ്പോഴത്തേക്കും എനിക്ക് എൻ്റേതായ കുറച്ച് ഈ സ്കിൻ കെയറിൽ എൻ്റേതായ ബ്രാൻഡ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്ന ഞാനൊന്നും ഫേസിൽ ഇടാറില്ല. മേക്കപ്പിന് താഴെയുള്ള എല്ലാ സ്കിൻ കെയർസ്, ഈവൻ പ്രൈമർ ആണെങ്കിൽ പോലും എൻ്റെ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരിക്കലും ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ പ്രൈമർ സ്കിന്നിലേക്ക് അധികം മേക്കപ്പ് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്ത് ഞാൻ പ്രൈമർ ഇട്ടപ്പോഴത്തേക്കും മേക്കപ്പ് നല്ല രീതിയിൽ ഓയിലി ആയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു ഒരിക്കലും ഇത്രയും പ്രൈമർ ഇടരുത്, ഇടുവാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഇടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാക്സിമം പ്രൈമർ ഇടാം. അതേപോലെ ഈ പ്രൈമറിൻ്റെ യൂസ് എന്താ ഞാൻ ഇത് പറഞ്ഞിരുന്ന ആ സമയം കൊണ്ട് എൻ്റെ ഈ പ്രൈമർ സെറ്റാകും. ഓക്കെ, ഈ പ്രൈമറിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈമർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എളുപ്പത്തിൽ തരാം. ഇത് പ്രൈമർ, ഇത് നമ്മൾ ആദ്യം സ്കിൻ കെയർ ചെയ്തു. സ്കിൻ കെയർ ചെയ്തിട്ട് കറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അതിനുശേഷം നമ്മൾ പ്രൈമർ ഇട്ടു. പ്രൈമറിന് മുകളിലാണ് നമ്മൾ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യും. ഈവൻ ഫൗണ്ടേഷൻ ആയാലും കൺസീലറിലും വോട്ടെവർ എന്താണെങ്കിലും നമ്മൾ പ്രൈമറിൻ്റെ മുകളിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒരിക്കലും പ്രൈമറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടൊരു പക്ക പ്രൊട്ടക്ഷനാണ്, ഒരു പക്ക ലെയറിങ് ആണ് ഈ പ്രൈമർ തരുന്നത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് അനുസരിച്ചിട്ടുള്ള പ്രൈമർ യൂസ് ചെയ്യുക. കാരണം പല പല ഈ നേരത്തെ ഞാൻ പറഞ്ഞ പല പല രീതിയിലുണ്ട്. ജെൽ ബേസ്ഡ് ഉണ്ട്, സിലിക്കോൺ ബേസ്ഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ഉണ്ട്, ക്രീം ബേസ്ഡ് ഉണ്ട്, അങ്ങനെ പല പല ടെക്സ്ചർ വരുന്ന പ്രൈമേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സും ബ്രാൻഡും അനുസരിച്ചിരിക്കും ഇത് നിങ്ങളുടെ സ്കിന്നായിട്ട് മാച്ച് ആവുക. അത് മാത്രമല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പും കൂടി നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും എൻ്റെ സ്കിൻ കെയർ പരിപാടി ഇവിടെ കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം, ഞാൻ ഈയിടെ വാങ്ങിയൊരു ലിപ് ബാമാണ് ഇത്. മറന്നുപോയി. മിനിമലിസ്റ്റിൻ്റെ ഒരു ലിപ് ബാമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു 2-3 വീക്സൊക്കെ ആയിട്ടുള്ളൂ. സീരിയസ്ലി ഗൈസ്, അടിപൊളിയാണ്. ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്ത് പിന്നെ എൻ്റെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ അത്യാവശ്യം കുറഞ്ഞതായിട്ടുള്ളൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താദ്യം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും മിനി വേർഷൻ, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു മിനി വേർഷൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സ്കിന്നിൽ അത് ചേരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ വലിയ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. ഇനി നമുക്ക് ഈ ഒരു കൺസീലർ യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്കൊന്ന് കൺസീൽ ചെയ്യാം. ഓക്കെ, ഈ റൂമിൽ നിന്നിട്ട് ചൂടെടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ടിപ്പിലൊരു ബ്രഷ് വരുന്നുണ്ട്. ബ്രഷാണ്. ഓക്കെ, ജസ്റ്റ് ഒരുപാട് പ്രസ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യുന്ന കുറേ ക്വാണ്ടിറ്റി വരും. ഈ ഇടയിലൊരു വ്ളോഗിൽ ഞാൻ റിവ്യൂ കണ്ട് വാങ്ങിയതാണ്. ബട്ട് ഇറ്റ്സ് നൈസ്. അപ്പോൾ കൺസീൽ ഈ പറയുന്നതല്ല, എൻ്റെ പൊന്നു മക്കളെ, മേക്കപ്പ് ചെയ്യുമ്പോൾ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാവുള്ളൂ കേട്ടോ. ക്ഷമയില്ലാത്തവർക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മേക്കപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ക്ഷമയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൺസീൽ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഫിംഗേഴ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര കവറേജ് എനിക്ക് വേണ്ട ഈ പിമ്പിൾസ് ഒന്നും, അതുകൊണ്ട് ഞാൻ ഹെവി കവറേജ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഓവർ മേക്കപ്പ്, ഭയങ്കര ഹെവി മേക്കപ്പ് ഇട്ടൊരു ഫീൽ എനിക്കിപ്പം വേണ്ട. അതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും, കവറേജ് കിട്ടും കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ് ആക്ച്വലി. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് സ്മാഷ് ബോക്സിൻ്റെ ഫൗണ്ടേഷനാണ്. സൂപ്പർ, അത്യാവശ്യം എക്സ്പെൻസീവാണ്, ബട്ട് പൊളി സംഭവമാണ്. എനിക്ക് ഇതിലെനിക്ക് മേടിക്കാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്
ലുലു നൈക്കേന്ന് വാങ്ങിയതാണ്. ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ പോയി വാങ്ങിയതായിരുന്നു. ഞാൻ അവിടെ പോയി അവിടുത്തെ ലൈറ്റിൽ ട്രയൽ ചെയ്തപ്പം എനിക്ക് ഈ ഷെയ്ഡ് എനിക്ക് ട്രയൽ ചെയ്തെന്നൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫ് ഇട്ടപ്പോൾ പറഞ്ഞു ഈ ട്രയൽ ചെയ്തപ്പോൾ അവിടുത്തെ ലൈറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ ഇത് സൂപ്പറായിരുന്നു, നല്ല ഫിനിഷ്, ലൈക്ക് എൻ്റെ സ്കിൻ ടോണിന് പക്കാ മാച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തു. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് സ്മാഷ് ബോക്സിൻ്റെ T10 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തു. വന്നിട്ട് പിറ്റേന്ന് ഞാനൊരു ക്രിസ്മസ് ടൈമിലാട്ടോ വാങ്ങിയത്. ക്രിസ്മസിനന്ന് ഞാൻ ഇടപ്പള്ളി പള്ളി പോയപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയപ്പോഴത്തെ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാർക്ക് ആക്കുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി അവിടുത്തെ ലൈറ്റും പുറത്തുള്ള ലൈറ്റും തമ്മിൽ പണി വാളിയതും. പിന്നെ ഈ പറയുന്ന പോലെ ഇത് എക്സ്പെൻസീവാണ് അത്യാവശ്യം, അതുകൊണ്ട് തന്നെ നമുക്കിത് കളയാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ ചോക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിച്ചപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാനൊരു ലൈറ്റർ ഷെയ്ഡ് സ്മാഷ് ബോക്സിൻ്റെ ഞാൻ വാങ്ങിയത്. സ്മാഷ് ബോക്സിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡും കൂടെ വാങ്ങി. ഞാൻ ഇപ്പോൾ ഒരു ഡാർക്കും ലൈറ്റും കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യും. എൻ്റെ സ്കിൻ ടോണിന് വേണ്ട രീതിയിൽ ഞാൻ മിക്സ് ചെയ്യും. വ്യത്യാസം കണ്ടോ? ഈ ഒരു സൈഡ് ഞാൻ സ്മാഷ് ബോക്സ് ഇട്ടതും എൻ്റെ ഒറിജിനൽ സ്കിൻ. നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കാം. ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യുന്ന ഹുദ ബ്യൂട്ടിയുടെ ഐ ഷാഡോ ആണ്. ഇതാണ് എനിക്കങ്ങനെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ മേക്കപ്പ് പ്രൊഡക്ട്സിലേക്ക് പ്രാന്ത് തുടങ്ങാനുള്ള മെയിൻ റീസൺ ഈ ഹുദ ബ്യൂട്ടിയാണ് കേട്ടോ. ഐ ഷാഡോ പാലറ്റൊക്കെ എനിക്ക് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് ഈ ഹുദ ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റ്. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോഴാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ വാക്കില്ല. ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം അടിപൊളി ഫിനിഷിംഗ് ആണ്. എൻ്റെ മൈൻഡ് മാറി ഗൈസ്. നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്താലോ. ഫീൽ ചെയ്തു. നൈസ്. ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഐലൈനറാണ്. ഇത് പ്ലമ്മിൻ്റെ ഐലൈനറാണ്. ഇനി ഇതേപോലെ ഇപ്പുറത്താക്കണം, അതാണ് ടാസ്ക്. ഐലൈനറെ ഞാനേ ഈ സൈഡൊന്ന് മിററിൽ പോയി നോക്കി എടുത്തിട്ട് എനിക്കിങ്ങനെ പറ്റുന്നില്ല. അങ്ങനെ ഐലൈനർ എഴുതി മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ് വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കാണ്ട്. ഓൾറെഡി ഷേപ്പാണ്. ഐബ്രോ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഐബ്രോ ബ്രഷും കൊണ്ട് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് സൈഡിച്ച് കൂടി കിട്ടുന്നല്ലേ. ഫൈൻ. ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് മസ്കാര സ്മാഷ് ബോക്സിൻ്റെയാണ്. ഞാൻ ഇതിൽ തന്നെ അങ്ങ് നോക്കിയിട്ടോട്ടെ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കേണ്ടി വരും. ഓക്കെ, ക്യൂട്ട് ബ്രഷ് കേട്ടോ, നല്ലതാണ്, നല്ല വോളിയം വരാം. ഞാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ മസ്കാര ഇടാൻ. ഞാൻ അത്യാവശ്യം ടൈം മസ്കാരയ്ക്ക് കൊടുക്കാറുണ്ട് ഇടാൻ. നല്ല രീതിയിൽ മസ്കാര ഇടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ഒന്നും ചെയ്യാതെ മസ്കാരയോ ലിപ്സ്റ്റിക് ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഒരു നാച്ചുറൽ ലുക്ക് തരും. മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ലുക്ക് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേളിൽ കൊടുത്തിരിക്കുന്ന അതേ ഐ ഷാഡോയുടെ സെയിം കളർ തന്നെ നമ്മൾ താഴെ വാട്ടർ ലൈനിൽ കൊടുത്തതിന് നല്ല ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ. ഇത് ഫേമസ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഞാൻ കളർ ബാറിൻ്റെ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്രിറ്റി നൈസ്. അല്ല അടിപൊളി ഒരു ബ്രൗൺ ഷെയ്ഡ് കാജിൽ നോക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ, നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു സ്മഡ്ജ് ആവുകയും ചെയ്യും, നല്ലൊരു കളർ കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്നില്ല.
ഇപ്പം ഞാൻ ഫേസ് സ്കാനറുടെ ഇത് നമുക്ക് ജസ്റ്റ് താഴെ കൊടുക്കാം, കാരണം ഇത് ഓവർ ലെങ്തനിങ് ഇല്ല. ഇപ്പം കണ്ണിൻ്റെ ഫിനിഷിങ് നോക്കിയേ, ഈ കണ്ണിൻ്റെ ഫിനിഷിങ് നോക്കിയേ, കണ്ടോ? ഓക്കെ, ഇനി കുറച്ച് ഐ ഷാഡോ എടുത്തിട്ട് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തപ്പോഴത്തേക്കും കുറച്ചുകൂടി ഭയങ്കര പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഐബ്രോസ് എനിക്കതിഷ്ടം. ഹൈലൈറ്റർ കൊടുക്കാൻ തോന്നുന്നു കേട്ടോ അവിടെ, ഐ തിങ്ക് സോ, എനിക്കറിയില്ല. എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ഹൈലൈറ്റ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇത്രയും ലെങ്ത് വരുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം വേണം. എനിക്ക് മാക്സിമം ഒരു ഹാഫ് ആൻ അവർ മതി വിത്ത് ഹെയർ വിത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് ഫാസ്റ്റാണ്, പക്ഷേ നിങ്ങളായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടിപ്സൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഐ തിങ്ക് ഇത്രയും ടൈം എടുക്കുന്നത്. ഇനി ഹൈലൈറ്ററിന് എനിക്ക് മിറർ വേണം. ഓക്കെ, ഹൈലൈറ്റ് നമുക്ക് കണ്ണിൻ്റെ താഴെ കൊടുക്കാം, ഫേസിൻ്റെ ഇവിടെ കൊടുക്കുക. ഞാൻ ഈയിടെ പഠിച്ചൊരു ടിപ്പുണ്ട് കേട്ടോ, അത് ഞാൻ 2 ദിവസമേ ഉള്ളൂ അത് ചെയ്ത് പഠിച്ചിട്ട്. സോ കുറച്ചുകൂടെ ഒന്ന് പ്രശ്നമാട്ടോ, എന്നിട്ട് ഞാനത് പറയാം. ഓക്കെ, പിന്നെ ഞാൻ മൂക്കിൻ്റെ ഇങ്ങനെ സെൻറ്ററിലും കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കൊടുക്കും. നമുക്ക് ഇവിടെയും കൂടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റർ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫേസിൽ എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് കാണിക്കണം, അതിന് വേണ്ടിയിട്ടാട്ടോ ഹൈലൈറ്റർ. അപ്പോൾ നമുക്ക് ഹൈലൈറ്റർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എൻ്റെ ഏതൊക്കെ പാർട്ട് കുറച്ചുകൂടി ഇങ്ങനെ എടുത്ത് കാണിക്കണം, ലൈക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നൊക്കെ തോന്നിക്കുന്ന പാർട്ടിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് കൊടുക്കാം. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം, പോവല്ലേ? ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അടുത്ത ബ്ലഷ്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇടാനറിയാത്തൊരു സാധനമാണ് ബ്ലഷ്. അതുകൊണ്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷ് ഞാൻ വാങ്ങിയത്, പഠിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സെറ്റായിട്ട് അതൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ബ്ലഷ് കുറച്ച് ഫിംഗർ ടിപ്പിലെടുത്തു. ഈ കണ്ണിൻ്റെയും ഈ ഐബ്രോസിൻ്റെ ഇടയിലാണ് ഞാൻ കൊടുക്കാറ്. അതിനും എനിക്ക് ഓക്കെ ഫൈൻ ഇങ്ങനെ കൊടുക്കുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം റൗണ്ട് ഫേസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ആണെന്ന് തോന്നുന്നു, എനിക്ക് ചെറിയ റൗണ്ട് ഫേസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ, അത് കണ്ണിൻ്റെ സൈഡിലായിപ്പോയി. എന്താണ് ഞാൻ അവിടെ ഇട്ടത്? ഞാനെന്തിനാണ് കോണറിൽ പോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഫൈൻ, നമുക്ക് ഓക്കെ, ഇനി നമുക്ക് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ കോമ്പാക്റ്റാണ്. ഇത്ര നാളായെന്നറിയാം വാങ്ങിയിട്ട്, ഇത്രയും ഞാൻ യൂസ് ചെയ്തു. നമുക്ക് കോമ്പാക്റ്റ് എടുക്കാം. കണ്ണിന് നമ്മൾ കോണ്ടോർ ചെയ്തില്ല. ഞാൻ കോമ്പാക്റ്റ് ഇട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ പുറത്തിട്ട മെസ്സാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. ഓക്കെ ഫൈൻ, കോമ്പാക്റ്റ് ഇട്ടു, ഞാൻ മറന്നുപോയി. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന കോണ്ടോറിങ് ടു ഫേസ്ഡിൻ്റെ ബോൺ ദിസ് വേ എന്ന് പറയുന്ന ടു ഫേസ്ഡിൻ്റെ കോണ്ടോറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇത് മോച്ച എന്ന് പറയുന്ന ഒരു ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്ന, അടിപൊളിയാണ്. ഇത് ഞാൻ ആക്ച്വലി കൺസീലറായിട്ട് ഞാൻ ആദ്യം വാങ്ങിയത്, പക്ഷേ ഇതും ഞാൻ ഇത് യൂസ് ചെയ്ത് എൻ്റെ സ്കിൻ, ഇതും ഞാൻ ഈ സ്മാഷ് ബോക്സും കൂടെ ഒരുമിച്ച് വാങ്ങിയതാട്ടോ. അപ്പോൾ രണ്ടും എൻ്റെ സ്കിൻ ടോൺ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ ഒന്നുകൂടെ നല്ല രീതിയിൽ ഡാർക്ക് ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്മാഷ് ബോക്സിലൂടെ നമ്മൾ ഒരു ലൈറ്റർ ഷെയ്ഡും കൂടെ മേടിച്ച് മിക്സ് ചെയ്ത് ഞാൻ ഫൗണ്ടേഷൻ ആക്കി ഇട്ടത്. പിന്നെ ഇത് എനിക്ക് എൻ്റെ ഫേസ് നല്ല ഡാർക്ക് ആക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൺസീലർ ആക്കി യൂസ് ചെയ്യാമെന്ന്. ഇത് കോണ്ടോർ ആക്കാമെന്ന്. ഇത് കോണ്ടോറിങ്ങിന് പക്കയാണ്, അടിപൊളിയാട്ടോ. നല്ല കോണ്ടോറിങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാട്ടോ ഇത്. നല്ല സൂപ്പർ കവറേജും കൂടിയാണ് ഇത്. ഇതിനകത്ത് എഴുതിയിട്ടിരുന്നത് കൺസീൽ ചെയ്യാം, കോണ്ടോർ ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം, റീടച്ച് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ എനിക്കിത് കോണ്ടോർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ സ്കിന്നിൽ ഇത് ഒന്നുകൂടെ നല്ല ഡാർക്കർ ആക്കുന്നതുകൊണ്ട് എനിക്കിത് കോണ്ടോർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം കോമ്പാക്റ്റ് ഇട്ട് പോയി, അപ്പോൾ എനിക്കിത് കോണ്ടോർ ചെയ്യാൻ ഇപ്പം ഇനി പറ്റില്ല. സോ ഞാൻ നെക്സ്റ്റ് ചെയ്തെങ്കിലും ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് കോണ്ടോർ ചെയ്യുന്ന കാണിച്ചു തരാം. എൻ്റെ ബ്രഷ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വെരി നൈസ്, നല്ല ബ്രഷാണ്. സോ കോണ്ടോർ. പിന്നെ ഈ പറയുന്ന കോണ്ടോറിങ് ഞാൻ എപ്പോഴും ചെയ്യാറില്ല. അതായത് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ സമയത്ത് ചെയ്യാറില്ല, സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ മറന്നു ഇത്. പക്ഷേ ഞാനൊരു ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ കോണ്ടോർ ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ ഡെയിലി മേക്കപ്പ് റൂട്ടീനിൽ ഞാൻ കോണ്ടോർ ഒരിക്കലും ചെയ്യാറില്ല കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഐലാഷ് കേളറാണ്. ഐലാഷ് കേൾ ചെയ്തതിന് ശേഷം മസ്കാര യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ അതിന് നോക്കിയിട്ടും എനിക്ക് അതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം, പേഴ്സണലി ഇഷ്ടമായത് മസ്കാര ഇട്ടിട്ട് ഐലാഷ് കേൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടുന്നപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഇത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, കളർ യൂസ് ചെയ്യുമ്പോൾ കുറേ തവണ ഇങ്ങനെ ഹോൾഡ് ചെയ്യരുത്. അത് ഐലാഷിന് കേടാണ്. എനിക്കത് ഇങ്ങനെ വെക്കാൻ കാണാൻ പറ്റുന്നില്ല. സോ എഗെയിൻ എനിക്ക് മിറർ വേണം. ഓക്കെ, നമ്മൾ സ്പോട്ടിന് എന്താ കേൾ ചെയ്യാനെന്ന്, ഐലൈനർ മസ്കാര ഇട്ട് ഉടനെ നമ്മൾ കേൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊഡക്റ്റ് മൊത്തം ഈ കളറിനകത്തിരിക്കും. നല്ല കേർവി ടൈപ്പായിട്ട് നല്ല രീതിയിൽ കേളായിരിക്കും. ഐ തിങ്ക് റെഡ്. ഓക്കെ, റെഡ് ഇടാം. ഓക്കെ, നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യാൻ പോവാണ്. ഇത് മാക്കിൻ്റെ ലിപ്പ് ലൈനറാണ്. സോ ഈ ഒരു റെഡ് ഷെയ്ഡാണ്. ഞാനൊരു റെഡ് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു. ലിപ്പ് ലൈൻ ചെയ്യാം. ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഇത്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, ലാസ്റ്റിംഗ് അല്ല, ഒട്ടും ലാസ്റ്റിംഗ് അല്ല. എക്സ്പെൻസീവ് ആണ്, ബട്ട് ലാസ്റ്റിംഗ് ഒട്ടും പോരാ. ഇതിട്ടിട്ടൊരു ഫുഡ് കഴിക്കുക എന്തെങ്കിലും ചെയ്തതിനാൽ പെട്ടെന്ന് തന്നെ പോവും. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോബി ബ്രൗൺ ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആണ്, ബട്ട് സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞാൽ മേബിലൈൻ്റെ അത്ര സ്റ്റേ അല്ല, ബട്ട് നല്ല ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ ഒരു കാര്യമുണ്ട്, ഈ ഒരു ലിപ്സ്റ്റിക് ഭയങ്കര കംഫർട്ടാണ്. സോ അപ്ലൈ ചെയ്യാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വ്ളോഗ്സ് എൻ്റെ ഇന്ന് കാണാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ നെക്സ്റ്റ് വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.